ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അച്ചു എന്നെ കൊണ്ടുവന്നത് എവിടേക്കാണെന്നറിയോ? ഒരു ഗെയിം ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവന്. സംഭവം എനിക്ക് മീമന്മാർ അല്ലെങ്കിൽ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഗെയിമാണ്. ഇത് ഇങ്ങനത്തെ പൂവുണ്ടല്ലോ, അതാ ഈ പൂവ് എടുക്കുക. എന്നിട്ട് നമ്മളുടെ അടുത്ത് ചോദിക്കും ഇങ്ങനെ വെള്ള കാക്കയാണോ കറുപ്പ് കാക്കയാണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറയും കറുപ്പാന്ന് പറയും. എന്നിട്ട് അത് തുറന്ന് നോക്കും. തുറക്ക്. കറുപ്പ് വന്നു. അപ്പം ഞാൻ ജയിച്ചു. അപ്പം ഞാൻ ഒരു മനസ്സിൽ കാര്യം വിചാരിക്കുക, എങ്ങനെ എന്തെങ്കിലും ചെയ്യും. അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നത്. ഇതിൻ്റെ ഇത് കറക്റ്റായിട്ട് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെള്ളയാണോ കറുപ്പാണോ ചോദിക്കും. എന്നിട്ട് അത് തുറക്കുമ്പോൾ നമ്മൾ പറഞ്ഞത് കറക്റ്റാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മനസ്സിലെന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുമെന്നോ അങ്ങനെ എന്തൊക്കെയോ ആണ്. അപ്പം ഞാൻ ചുമ്മാ സ്കൂളിൽ പോകുന്ന സമയത്ത് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇത് കണ്ടപ്പോൾ എൻ്റെ അടുത്തൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇത് കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇത് കളിക്കാൻ പറഞ്ഞിട്ട് എന്നെ വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനേക്കാളും നിറയെ ഇതേ ചെടി നിറയെയുള്ള സ്ഥലത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാപ്പ പോവാം. പിന്നെ സ്കൂളിലൊക്കെ PT പീരീഡൊക്കെ വിടുന്ന സമയത്തും ഗ്രൗണ്ടിലൊക്കെ പോവും. അപ്പം ഞങ്ങൾ കുറച്ച് പേര് ഗേൾസൊന്നും ഇങ്ങനെ അധികം ഓടാനും ചാടാനൊന്നും പോവില്ല. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും, ഞാൻ പ്രത്യേകിച്ച് ഞാൻ സ്പോർട്സ് ഗേളേ അല്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും, ഇങ്ങനത്തെ ചെടികളും പിന്നെ ഞാൻ അപ്പോഴേ കാണിച്ചെന്ന പോലത്തെ ചെടികളും എല്ലാം പറിച്ച് ഒരു ബൊക്കെ ഉണ്ടാക്കും. ഇത് കണ്ടില്ലേ, ഇങ്ങനത്തെയൊക്കെ ചെടികളൊക്കെ പറിച്ചിട്ട് ഒരു ബൊക്കെ ഉണ്ടാക്കും. ഇതായിരുന്നു ഞങ്ങളുടെ സ്കൂളിലെ കലാപരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പോവാം. ഞാൻ ആ സാധനം ആ ചെടി കാണിച്ചു തരാം, നിറയുള്ള സ്ഥലം. നടക്ക്. ഓക്കെ പോവാ. നടക്ക്. സോ സാറ്റിസ്ഫൈയിങ് സൗണ്ട്. മറ്റേ ഉണങ്ങിയ ഇലയിൽ ചവിട്ടുമ്പോൾ ക്രഞ്ചിങ് സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. എന്താ ഇലയിൽ ചവിട്ട്. എന്തോ ക്രഞ്ചിനെസ് പോയി. അതിൽ ചവിട്ടാൻ പറ്റില്ല, അത് അത്ര ക്രഞ്ചിനെസ് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഈ സൈഡ് കാണുന്ന ഇതിലൊന്നും ചവിട്ടണ്ട കേട്ടോ. അതിലെന്തെങ്കിലും ഒളിഞ്ഞ് പാമ്പോ എന്തെങ്കിലും കിടക്കണമെന്നുണ്ടെങ്കിൽ അറിയില്ല. അതന്നെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയില്ല. നമ്മൾ അതിലൊന്നും ചവിട്ടരുത്. വെറുതെ പോണ പാമ്പിനെ എടുത്ത് കഴുത്തിലിടുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആവണ്ട. നമ്മൾ അവിടെ എത്താനായി. കണ്ടില്ലേ, ദിസ് ഈസ് മൈ ഹൗസ്. ഇത് എൻ്റെ വീടാണ്. എൻ്റെ വീടിൻ്റെ പഴയ വീട് തന്നെ പോലെ ഉണ്ട്. പഴയ വീട് തന്നെ. അങ്ങനെ അങ്ങോട്ട് നടന്നു. അങ്ങോട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എത്തിക്കഴിഞ്ഞു. നിറയെ കണ്ടോ. എൻ്റെ കയ്യിൽ തന്നോ, ഞാൻ പിടിക്കാം. ഇത് ഇത്ര മതിയാ? വെയിലത്ത് നിന്നിട്ട് ഇങ്ങനെ കളിക്കാനാണ്. കുറച്ച് പറക്കി എന്നിട്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് കളിക്കാം. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഭാഗത്തുണ്ട്, അതേപോലെ ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡും ഉണ്ട്, നിറയെ ഉണ്ട്. ഇതെല്ലാവിടെയും വരുന്ന കറുപ്പാവുന്നേ ഉള്ളൂ. ആ സൈഡും എല്ലാം ഇതിവിടെ ഫുള്ളുള്ളത് തന്നെയാണ്, ഈ ചെടി തന്നെയാണ്. പറിക്കാൻ കിട്ടണില്ലേ? ഞാൻ പറിച്ചു തരട്ടാ. വലിയമ്മനെ വിളിച്ചപ്പോൾ ഓടി വരും വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞാൽ. ക്യാമറൻ്റെ ഫ്രണ്ടിൽ വരില്ല, പക്ഷെ
ഡയറക്ഷൻ തരും, ഇങ്ങനെ ഇതെടുക്കൂ അതെടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇങ്ങനെയാണ് വലിക്കണത്. ഒരു വലിയ ഞാൻ വലിച്ചു തരാം. അവിടെ ഞാൻ വലിച്ചു പിടിക്കേ, ഇതിങ്ങനെ പിടിക്കേ, ഇത് ഇവിടെ ഇങ്ങനെ ചേർത്തി പിടിക്കും, ഇല്ലെങ്കിൽ താഴെ പോകും. ഇതാ നൈസ്. ഇവിടെ വന്ന് വലിക്കാം. ആ അവിടെയാണെങ്കിൽ കുറച്ചേ ഉള്ളൂ. മറ്റേ ഇതുപോലെയുള്ള മറ്റേ ഇങ്ങനെ കാറ്റത്ത് പാറി പറക്കുന്ന ഇതേപോലെയുള്ള ഇതിനെ പറയുന്നതല്ലേ ഡാൻഡലിയോൺസ്, അതുപോലെ ഇല്ലേ ഡാൻഡലിയോൺസ്? ലുക്ക് സെയിം. ഓക്കെ മതി ഇല്ലേ? ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കളിക്കാനുള്ളതായില്ലേ അല്ലേ? നടവാ, ലെറ്റ്സ് ഗോ. എവിടെ പോകണം? ഇവിടെ പോയാൽ മതി. ഇവിടെ പോവാം. നമുക്ക് ഇവിടെ നിന്ന് കളിക്കാം. ഇവിടെ നിന്ന് സക്സസ്. നടക്ക്. തണല് എല്ലാ വെയിലും കൊണ്ട് അത് അത് വെയിലത്തുനിന്ന് വന്നിട്ടാണ്. വലിയമ്മേൻ്റെ അടുത്ത് ചോദിക്കുക, കളിക്കാം. വലിയമ്മേനെ വിളിക്കുക. വലിയമ്മേൻ്റെ അടുത്ത് ചോദിക്കു. ആ വലിയമ്മ എന്താ പറഞ്ഞ? കറുപ്പും അല്ല വെള്ളയും അല്ല, രണ്ടും കൂടെ മിക്സ്. ഇനി അടുത്തടുക്ക്. വലിയമ്മ പറഞ്ഞതേ അല്ല. പൂർണിമ എവിടെ? ആ ഡോക്ടറെ അടുത്ത് പോയില്ലേ? ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയില്ല. എൻ്റെ അടുത്താ? ശരി, അത് നോക്കട്ടെ. ഞാൻ പറയണോ അതിൽ വെള്ളമായിരിക്കുന്നു? എവിടെ നോക്കട്ടെ? ആ വെള്ള. ഞാൻ അടുത്ത് വലിയമ്മേൻ്റെ അടുത്ത് ചോദിക്കും. ഇനി വലിയമ്മേൻ്റെ ഒന്ന് കൊടുക്കുക. വലിയമ്മ അച്ഛൻ്റെ അടുത്ത് ചോദിക്കും. വെള്ള വന്നു. ഇനി അച്ഛൻ്റെ അടുത്ത് ചോദിക്കും. വലിയമ്മേൻ്റെ കൊടുക്കത്. ഞാൻ ചോദിക്കാം. അച്ചു പറ. അതെന്താണ്? കറുപ്പ വെള്ളയാ? അതാ മിക്സിങ്ങാ? കറുപ്പ്. നോക്കട്ടെ. വെള്ള വന്നു. ഇത് വേണമെങ്കിലും എടുത്തോ. എൻ്റെ അടുത്താണ് വെള്ള. വെള്ള വന്ന മിക്സിംഗ് ആണ് അല്ലേ? ബ്രൗൺ കളറായി കുറച്ച്. വേണം, അതാണ് ഇതെടുക്കുക. കറുപ്പുണ്ടാവും. ഇങ്ങനത്തെ കളറുള്ളത് കറുപ്പുണ്ടാവും. പൂവുള്ളത് എടുത്ത വെള്ള തന്നെ ഉണ്ടാവുള്ളൂ. ചെറിയ പൂവെടുത്ത വെള്ളയായിരിക്കും. കറുപ്പ്. വലിയമ്മനോട് ചോദിക്കേ. അത് കറുപ്പ് തന്നെ. കറുപ്പ്. ഇനി വലിയമ്മന്റെ കൊടുക്കും. ഇത് ഈ ഒരു സാധനം ഏകദേശം മനസ്സിലായി. ഏത് പൂവില് ഏത് കളറായിരിക്കും മനസ്സിലായി. ഇത് പറ. ഇത് വെള്ളേനായിരിക്കും. ഇത് പറയേ. കറുപ്പല്ല. വലിയമ്മ പറയണു വെള്ളാന്ന്. വെള്ള വെള്ള കറുപ്പ് അല്ല. അച്ചു പറഞ്ഞു കറുപ്പ്, വലിയമ്മ പറഞ്ഞു വെള്ള. എന്താണെന്നുള്ളത് നോക്കുക. അച്ചു പറഞ്ഞത് ഏതാണ്? കറക്റ്റായോ? അച്ചു കറക്റ്റായി പറഞ്ഞു. അതാ ഇതും കൂടി എടുക്കുക. അതാ ആ വയലറ്റ്. അതിന്റെ ഇവിടെ കൊണ്ടുവന്ന് ഓക്കെ. അപ്പോൾ ബൈ. ഞാൻ ചുമ്മാ കുറേ ആയില്ലേ ലോങ് വീഡിയോ ഇട്ട്. അപ്പോൾ വെറുതെ ഒന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്താണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.